ഇന്നത്തെ ടോപ്പിക് ദി ഇൻഎസ്കേപ്പബിൾ ഐ എന്നാണ്. ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഞാൻ, ഒഴിവാക്കാൻ കഴിയാത്ത ഞാൻ, അതാണ് ദ ഇൻഎസ്കേപ്പബിൾ ഐ എന്ന് പറഞ്ഞാൽ. മാറ്റി നിർത്താൻ കഴിയാത്ത ഞാൻ. നമുക്ക് എന്തിനേയും മാറ്റി നിർത്താൻ സാധിക്കും, ഒരാളെ മാത്രം മാറ്റി നിർത്താൻ സാധിക്കില്ല. അതാരാണ്? അതാണ് ഈ ഞാൻ, ദ വൺ ബിഹൈൻഡ് എവറി പാത്ത്. എല്ലാ പാതകൾക്കും പിന്നിലുള്ള ഞാൻ, പിന്നിൽ ഉള്ളവൻ അല്ലെങ്കിൽ പിന്നിൽ ഉള്ളവൾ, എല്ലാ അനുഭവങ്ങളുടെയും പുറകിൽ ഉള്ള ഒരാളുണ്ട്. ദാറ്റ് ഈസ് ഇൻഎസ്കേപ്പബിൾ. അതിനെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല, അതിൽ നിന്ന് നമുക്ക് ഒളിച്ചോടാൻ പറ്റില്ല, അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. എല്ലാത്തിനും സാക്ഷിയായി നിലകൊള്ളുന്ന ഒരേ ഒരു ഞാൻ, ദാറ്റ് ഈസ് ഇൻഎസ്കേപ്പബിൾ. അതാണ് ദ ഇൻഎസ്കേപ്പബിൾ ഐ എന്ന് പറഞ്ഞാൽ. എല്ലാവിധ അനുഭവങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവൻ അല്ലെങ്കിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവൾ, ദാറ്റ് ഈസ് ദി ഇൻഎസ്കേപ്പബിൾ ഐ. അപ്പോൾ ഈ ഭൗതിക ജീവിതത്തിലും ആത്മീയ പാതയിലും ഒക്കെയുണ്ട് ഈ ഒരു ഞാൻ. എല്ലാം നേരിടുന്ന ഒരു ഞാൻ, ഒരു വ്യക്തി, അതാണ് ദ ഇൻഎസ്കേപ്പബിൾ ഐ. നമ്മളെല്ലാം നോക്കുക, എത്ര ചാലഞ്ചസ് ഫേസ് ചെയ്യുന്ന ലൈഫിലല്ലേ? ഇഷ്ടം പോലെ ചാലഞ്ചസാണ്. പലർക്കും പ്രോബ്ലംസ് ചിലപ്പോൾ റിലേഷൻഷിപ്സ് ആയിരിക്കാം. ഇതെങ്ങനെ ടാക്കിൾ ചെയ്യും, എങ്ങനെ ടാക്കിൾ ചെയ്യും, എന്തുകൊണ്ട് ഞാൻ ഇത് അനുഭവിക്കേണ്ടി വരുന്നു? ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് ആരാന്നറിയോ? ദ ഇൻഎസ്കേപ്പബിൾ ഐ. ആ ഐക്ക് എസ്കേപ്പ് ചെയ്യാൻ കഴിയുന്നില്ല. നമ്മൾ അൺഹാപ്പി ആകുന്ന സമയത്ത്, നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ പലതും പറഞ്ഞു നോക്കിയിരിക്കും അല്ലേ? നമ്മൾ ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ദേഷ്യം വരുന്നത്. വീണ്ടും പഴയതിലും മോശമാവുകയാണ്. പറഞ്ഞ വാക്ക് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. തിങ്സ് ഗെറ്റ് വേഴ്സ്. നമ്മുടെ മനസ്സ് തന്നെയാണ് ശരിക്കും നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായി മാറുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദിസ് ഇൻഎസ്കേപ്പബിൾ ഐ. ഇത് നമ്മളെ ജോലിയെ ബാധിക്കും. ഓൾറെഡി ഹെക്റ്റിക്കാണ് ജോലി. മന്ത്ലി ടാർഗറ്റ്സ് ഉണ്ട്, ക്വാർട്ടർലി ടാർഗറ്റ്സ് ഉണ്ട്, ആനുവൽ ടാർഗറ്റ്സ് ഉണ്ട് പലർക്കും. സ്വന്തം സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് ക്യാഷ് ഫ്ലോ അത്ര ഈസി അല്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ പ്രശ്നമുണ്ടാകുമ്പോൾ ഓഫീസിലും അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യും. നമ്മുടെ പ്രൊഡക്ടിവിറ്റി വളരെ കുറഞ്ഞിരിക്കും. ഇൻഡയറക്റ്റായി നമ്മുടെ സാമ്പത്തിക അവസ്ഥയെ ഇത് ബാധിക്കും, തീർച്ചയായും ബാധിക്കും. നമുക്ക് ബെറ്റർ ആകണം എന്നുള്ള താല്പര്യമുണ്ട്, പക്ഷെ നമുക്ക് ബെറ്റർ ആകാൻ സാധിക്കുന്നില്ല. അതാരാണ്? ദ ഇൻഎസ്കേപ്പബിൾ ഐ. ഒഴിവാക്കാൻ കഴിയാത്ത ഞാൻ, മാറ്റി നിർത്താൻ കഴിയാത്ത ഞാൻ. ദാറ്റ് ഈസ് ദ വൺ ബിഹൈൻഡ് എവറി എക്സ്പീരിയൻസ്. എന്നാലും നമുക്ക് ലൈറ്റർ മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ട്, സന്തോഷകരമായ നിമിഷങ്ങൾ നമുക്കുണ്ട്. ഓഫീസിൽ നിന്ന് വീട്ടിൽ വരുമ്പോൾ നമ്മുടെ കുട്ടികൾ, നമ്മുടെ ഫാമിലി നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ആൻഡ് യു ആർ ഏബിൾ ടു ഷെയർ സ്പെഷ്യൽ മൊമെൻറ്റ്സ് വിത്ത് ദം. എത്ര സമയം എന്നാണ് ചോദ്യം. ചിലർക്ക് പെട്ടെന്നത് അവസാനിക്കും, വീണ്ടും പ്രശ്നങ്ങളായിരിക്കും. ചിലർക്ക് കുറേ സമയം നിൽക്കും. പക്ഷേ ഇതിനെല്ലാത്തിൻ്റെയും പിന്നിൽ വീണ്ടും ഈ പറഞ്ഞ ദ ഇൻഎസ്കേപ്പബിൾ ഐ ഉണ്ട്. ദി എൻജോയർ ആൻഡ് ദ സഫറർ. നമ്മുടെ വീട്ടിൽ പ്രായമുള്ളവരുണ്ടാവും, പേരൻസ് ഉണ്ടാവും, അവർക്കും അവരുടേതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്, ഇൻലോസ് ഉണ്ട്. ചിലപ്പോൾ വി ഫൈൻഡ് ഇറ്റ് വെരി ഡിഫിക്കൽട്ട് ടു സ്ട്രൈക്ക് എ ബാലൻസ്. നമ്മുടെ ഫാമിലിയും എൽഡർലി ആയിട്ടുള്ള ആളുകളൊക്കെ തമ്മിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഈസി അല്ല. ഇതെങ്ങനെ മാച്ച് ചെയ്യും നമുക്കറിയില്ല. ഇതിൻ്റെ ഇടയിൽ ഞാൻ കുടുങ്ങി കിടക്കുകയാണ്. എൻ്റെ മനസ്സ് എപ്പോഴും ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മൂഡിനെ ബാധിക്കും, നമ്മുടെ ഉറക്കത്തെ ബാധിക്കും. നമ്മൾ നമ്മളോട് തന്നെ പറയും, ലൈഫ് ഇസ് നോട്ട് ദാറ്റ് ഈസി, അത്ര എളുപ്പമല്ല. കറക്റ്റ് അല്ലേ? ഇതാരാ പറയുന്നത്? ദ ഇൻഎസ്കേപ്പബിൾ ഐ. ഇതാരോടാ പറയുന്നത്? ടു ദ സെയിം ഇൻഎസ്കേപ്പബിൾ ഐ. ഈ ഐ ആണ് ഇവിടെ നടുവിൽ കാണിച്ചത്. വേരിയിങ് എക്സ്പീരിയൻസസ്, വൺ എക്സ്പീരിയൻസർ. വ്യത്യസ്ത അനുഭവങ്ങൾ, ഒരു അനുഭവസ്ഥൻ. നമുക്കെല്ലാവർക്കും അങ്ങനെയാണല്ലോ അല്ലേ? വി ഹാവ് ഡൈവേഴ്സ് എക്സ്പീരിയൻസസ് എവറി സിംഗിൾ ഡേ. പക്ഷേ അതെല്ലാം അനുഭവിക്കുന്നത്, അതെല്ലാം അറിയുന്നത് ഒരേ ഒരാളാണ്. ആ ഐ ആണ് എപ്പി സെൻറ്ററിൽ അവിടെ ഉള്ളത്. എല്ലാവിധ വികാരങ്ങളും ചുറ്റും കാണിക്കുന്നുണ്ടല്ലോ. ഈ എല്ലാ വികാരങ്ങളും എത്തുന്നത് ഒരേ ഒരു പോയിന്റിലാണ്. ചില ദിവസങ്ങൾ രാവിലെ നമ്മൾ എണീക്കുന്ന സമയത്ത് വളരെ റിഫ്രഷ്ഡ് ആയിട്ടാവും എഴുന്നേൽക്കുക. ചില ദിവസം വളരെ ടയേർഡായിട്ടായിരിക്കും എണീക്കുക.
എഴുന്നേൽക്കുന്നത് ഒരേ ഒരു വ്യക്തിയാണ്. കറക്റ്റല്ലേ? ദാറ്റ് ഐ ഈസ് ഇന്നെസ്കേപ്പബിൾ. ചില ദിവസം നമുക്ക് രാവിലെ വളരെ ഹാപ്പി ആയിരിക്കും, വൈകുന്നേരം വളരെ ദേഷ്യത്തിലായിരിക്കും. നോക്കൂ, രണ്ട് തരം വികാരങ്ങളും ഒരേ വ്യക്തിക്ക് പല സമയങ്ങളിലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഡിഫറെൻറ്റ് റോൾസ് ഉണ്ട് അല്ലേ? ജോലിക്ക് നിങ്ങളൊരു മാനേജറായിരിക്കാം, വീട്ടിൽ വരുമ്പോൾ നിങ്ങളൊരു പേരൻറ്റായി, അല്ലെങ്കിൽ ഒരു വൈഫായി, അല്ലെങ്കിൽ ഹസ്ബൻഡായി, അല്ലെങ്കിൽ സൺ ഓർ ഡോട്ടർ, വോട്ടെവർ. ഒരേ വ്യക്തി തന്നെ പല പല റോളുകൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇമോഷൻസ് ഉണ്ടാകാനുള്ള പല കോസസ് ഉണ്ട്, പല കാരണങ്ങളുണ്ട്. പുറമേ നിന്നായിരിക്കും ചിലപ്പോൾ പലതും വരിക. നമ്മൾ പലപ്പോഴും ട്രാവൽ ചെയ്യുന്നു, പുതിയ ജോലികൾ ചെയ്യുന്നു, പല ആൾക്കാരെയും നമ്മൾ കണ്ടുമുട്ടുന്നു. ചില ആളുകൾ നമുക്ക് സന്തോഷം പകർന്നു തരുന്നു, ചില ആളുകൾ നമ്മളെ ദുഃഖിപ്പിക്കുന്നു. നോക്കൂ, എല്ലാം ഞാൻ എന്ന ഒരേ ഒരു വ്യക്തിയിലാണ് എല്ലാം അടിഞ്ഞുകൂടുന്നത്. ദാറ്റ് ഇസ് ദി ഇൻഎസ്കേപ്പബിൾ ഐ. നമ്മുടെ കൊളീഗ്സ് ഉണ്ടായിരിക്കും ഓർഗനൈസേഷനിൽ, ജോലി ചെയ്യുന്ന സ്ഥലത്ത്, താമസിക്കുന്ന വീട്ടിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്, ഭാര്യ, ഭർത്താവ്, മക്കൾ, ഇൻലോസ്, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, അല്ലേ, എക്സ്റ്റെൻഡഡ് ഫാമിലി, എല്ലാവരും ഉണ്ട്. ഇതൊക്കെയാണ് കോസസ്. നമ്മുടെ പല അനുഭവങ്ങളും പോസിറ്റീവും നെഗറ്റീവും രണ്ടും പറയുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ കാരണം പുറമേയുള്ള പല ആളുകളുമാണ്, അല്ലേ? അപ്പോൾ നെഗറ്റീവായ എക്സ്പീരിയൻസസ് ഉണ്ടാകുമ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പല ആളുകളും എവിടെ അറിയോ? കോസസിലായിരിക്കും. കറക്റ്റ് അല്ലേ? പുറമേ ഉള്ള വ്യക്തികളിലാണ് മാറ്റം വരുത്താൻ ശ്രമിക്കുക. പലരും ഉണ്ട്. സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ എപ്പോഴും ചിന്തിക്കുന്നത് പുറമേയുള്ള സാഹചര്യങ്ങളും വ്യക്തികളും വസ്തുക്കളും ഇതെങ്ങനെ നമുക്ക് മാറ്റാൻ കഴിയും, സോ ദാറ്റ് ഐ ആം ഹാപ്പി. ഇതാണ് ഇനീഷ്യലായിട്ട് എല്ലാവരുടെ മനസ്സിലുള്ള, അതാണ് ഈസിയസ്റ്റ് ആയിട്ടുള്ള വഴി. കാരണം എനിക്ക് മാറേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അവരെ മാറ്റണം. അവിടെയാണ് മാറ്റങ്ങൾ വരുന്നത്. കോസ് ഉണ്ടല്ലോ, കാരണമുണ്ടല്ലോ, ആ കാരണത്തെ നമ്മൾ ടാക്കിൾ ചെയ്യാൻ നോക്കുന്നു. ആ വ്യക്തികളെ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യുക? ഏത് രീതിയിലാണ്? വാട്ട് ഡു വി ഡു? വി ഡു വാട്ട് വി തിങ്ക് ഇസ് റൈറ്റ്. നമുക്ക് തോന്നുകയാണ് ഇതാണ് നല്ലത്, നമ്മളത് ചെയ്യുന്നു. സോ വി വർക്ക് ഓൺ ദ കോസസ്. ആ സ്പാനറും ഒക്കെ എടുത്തിട്ട് നമ്മൾ തുടങ്ങി പരിപാടി. ഫിക്സിങ് ദ കോസസ് ടു ഫിക്സ് പീപ്പിൾ നമ്മളെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ. പേരൻസ് ആണെങ്കിൽ മക്കളെ ഫിക്സ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, മക്കൾ തിരിച്ചും പേരൻസിനെ ഫിക്സ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓഫീസിൽ നോക്കൂ, ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് പാര പണിയുന്നവരുണ്ടാവും അല്ലേ? എങ്ങനെയാണ് അവർക്കൊരു തിരിച്ച് പാര പണിയാൻ പറ്റുക എന്നാലോചിക്കുന്നവരുണ്ട്. പല രീതിയിലാണ്, വളരെ സട്ടിലായിട്ട് ചെയ്യുന്നവരുണ്ട്, ആരും അറിയില്ല. ചിലർ വളരെ പ്രത്യക്ഷമായിട്ട് തന്നെ ചെയ്യും, വിളിച്ചു പറയും, ചീത്ത വിളിക്കും, കംപ്ലൈൻറ്റ് ചെയ്യും, ത്രട്ടൺ ചെയ്യും, ഇതൊക്കെ ചെയ്യുന്നവരുണ്ട്. ഇതെല്ലാം ഫിക്സിങ് ദ കോസസ് ആണ് അതിൽ വരുന്നതാണ്. ജോലിയിലാണെങ്കിൽ പലരും വല്ലാതെ പ്രശ്നം വരുമ്പോൾ ജോലി ക്വിറ്റ് ചെയ്യും. ശമ്പളമില്ലെങ്കിൽ കുഴപ്പമില്ല, സമാധാനമായിട്ടിരിക്കാമല്ലോ എന്ന് പറയും. ചിലർക്കത് പറ്റില്ല. നോക്കൂ, നമ്മളെല്ലാവരും എക്സ്പീരിയൻസ് കാര്യം പറയണം. ഇതെല്ലാം ഫിക്സിംഗ് ആണ്, അല്ലേ? ഇവിടുന്ന് രക്ഷപ്പെടാമല്ലോ. നോക്കണം, ഇത് പറയുന്ന ആരാ അറിയോ? ദ ഇൻഎസ്കേപ്പബിൾ ഐ. ശരിക്കും പറഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റില്ല. ജോലിയിൽ നിന്ന് രക്ഷപ്പെടാം, വ്യക്തികളിൽ നിന്ന് രക്ഷപ്പെടാം, പക്ഷേ ഈ ഞാൻ എന്നൊരു സംഭവം അവിടെ ഉണ്ട്. അതിൽ നിന്നും ആർക്കും രക്ഷപ്പെടാൻ സാധിക്കില്ല. പിന്നെ എവിടെ നിന്നും ഒന്നും ചെയ്യാൻ പറ്റാതെ ആകുമ്പോൾ കോസസൊക്കെ ഫിക്സ് ചെയ്യാൻ നോക്കി, എന്നിട്ടും ശരിയാവുന്നില്ല. നമ്മളെന്ത് പറയും? ഇത് കർമ്മയാണ് പറയും. മനസ്സിന് ഒരു കാരണം കിട്ടിയാൽ മതി, ഒന്ന് സമാധാനിക്കാനേ. ഇപ്പോൾ തൽക്കാലം അത് കർമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആൻസർ കിട്ടിയല്ലോ. എല്ലാവർക്കും ആൻസേഴ്സാണ് വേണ്ടത്. ചോദ്യങ്ങളുടെ ഒരു ശരവർഷമാണല്ലോ, അല്ലേ? ചിലർക്ക് കർമ്മ എന്നുള്ള വിശ്വാസം ഉണ്ടാവില്ലേ? ശരി, അപ്പോൾ അവർക്ക് ചിലപ്പോൾ സ്റ്റാർസിലൊക്കെ ആവും താല്പര്യം, ജ്യോതിഷത്തിലാവും. അതിലൊക്കെ പോയിട്ട് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി, ഒരു പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പിയായി, മനസ്സ് ഹാപ്പിയായി. കറക്റ്റ് അല്ലേ? പക്ഷേ ദ റൂട്ട് പ്രോബ്ലം ഇസ് സ്റ്റിൽ ദെയർ. എന്തൊക്കെ തന്നെ ചെയ്തു കഴിഞ്ഞാലും ദ ഇൻഎസ്കേപ്പബിൾ ഐ അവിടെ തന്നെയുണ്ട്. അതിനെങ്ങനെയാണ് ഫിക്സ് ചെയ്യാൻ നമുക്കറിയില്ല. അപ്പോൾ ഈ പുറമേയുള്ള കോസസ് നമ്മൾ ഫിക്സ് ചെയ്യാൻ നോക്കി വിചാരിച്ചതുപോലെ ഒന്നും ആവുന്നില്ല, ചിലപ്പോൾ കൂടുതൽ പ്രശ്നമാകുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മൈൻഡിലേക്ക് വരും. കാരണം പുറത്തുള്ള ആൾക്കാരൊന്നും കാര്യമായിട്ടൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ഈ ക്ലാസ്സുകളിലൊക്കെ പറയുന്നുണ്ട് ഒന്നും ചെയ്യണ്ട. ഇപ്പോൾ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ സ്വന്തം മനസ്സിൽ ചെയ്യാമല്ലോ. ഇഷ്ടംപോലെ മെഡിറ്റേഷൻസൊക്കെ ഉണ്ട്, അതൊക്കെ പ്രാക്ടീസ് ചെയ്യാമല്ലോ. മൈൻഡ് എംപവർമെൻറ്റുള്ള പല പല പ്രോഗ്രാംസ് ഉണ്ട്, പല പല ടെക്നിക്സ് ഉണ്ട്. സോ ദിസ് ഇസ് ദ സെക്കൻഡ് ബെസ്റ്റ് ഓപ്ഷൻ പലർക്കും.
അപ്പോൾ ഇതിനോടൊപ്പം മറ്റതും കറക്റ്റ് ചെയ്യുന്നവരുണ്ട്. ഇതെല്ലാം നല്ലതാണ്, ഒന്നും മോശമായിട്ട് പറയുന്നില്ല. പക്ഷേ ദീസ് വിൽ കീപ് കമ്മിങ്. ഇതിനൊരു അവസാനമൊന്നുമില്ല കേട്ടോ. നോക്കൂ, നമ്മൾ എത്ര മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ടില്ലേ, എങ്കിലും നമുക്ക് ദേഷ്യം വരുന്നു, എങ്കിലും നമുക്ക് വെറുപ്പുണ്ടാകുന്നു. കറക്റ്റ് അല്ലേ? പക്ഷേ തൽക്കാലത്തേക്കൊരു കംഫർട്ട് ആണ് ഈ മനസ്സിലുള്ള വർക്ക്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് എ പെർമനൻറ്റ് സൊല്യൂഷൻ. പെർമനൻറ്റ് സൊല്യൂഷനാണോ ഇത്? അല്ല. സോ വി ഹാവ് ടു വർക്ക് ഓൺ സംതിങ് എൽസ്. നടുവിലുള്ള ഐ, ദ ജേർണി വിത്തിൻ്റെ ഫോക്കസ് ഇവിടെയാണ്. പക്ഷെ ഇവിടേക്ക് അത്ര പെട്ടെന്ന് ആൾക്കാരെത്തില്ല. മൈൻഡിൻ്റെ ലെവലിലേക്ക് തന്നെ എല്ലാവരും ഒന്നും എത്തില്ല. കാരണം ഒരു ക്ലാസ് നടത്തുന്നിരിക്കുക, ഹൗ ടു ഫിക്സ് പീപ്പിൾ, അതിന് കൂടുതൽ ആൾക്കാർ ജോയിൻ ചെയ്യും. ഹൗ ടു ഫിക്സ് യുവർ ഹസ്ബൻഡ്, ഹൗ ടു ഫിക്സ് യുവർ വൈഫ്, അല്ലെങ്കിൽ ഹൗ ടു ഫിക്സ് യുവർ ചിൽഡ്രൻ. നോക്കൂ, ഇഷ്ടംപോലെ ആൾക്കാർ ജോയിൻ ചെയ്യും. 10-25 പോയിൻറ്റ്സ് കൊടുത്താൽ മതി, പിന്നെ ആ പോയിന്റിൽ വെച്ചിട്ടാവും പിന്നെ കളി. കാരണം എല്ലാവർക്കും താല്പര്യം അതാണ്, കോസസിനെ ഫിക്സ് ചെയ്യാനാണ്. അത് കഴിഞ്ഞു, നിങ്ങളുടെ മനസ്സിനെ എങ്ങനെയാണ് ശരിയാക്കാൻ പറ്റുക? കുറച്ചുകൂടെ ആൾക്കാർ കുറയും, എങ്കിലും ആൾക്കാർ വരും. ഇത് മൂന്നാമത്തെ ലെവലില്ല, തന്നെ ഫിക്സ് ചെയ്യാനാണ് പറയുന്നത്. ആരെങ്കിലും വരുമോ? ഇല്ല, താല്പര്യമൊന്നുമില്ല. കാരണം എല്ലാവരും എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അത്, നീ നന്നാവണം. ഇവിടെ ഞാനും പറയുന്നത് ഞാൻ നന്നാവണം എന്നാണല്ലേ. അപ്പോൾ അതാർക്കും അത്ര ഇഷ്ടമല്ല. എങ്കിലും നമ്മളോട് ജേർണി വിത്തിൽ ഇതാണ് സംസാരിക്കുന്നത്. സോ വി ഡോണ്ട് ഫിക്സ് ദ വേൾഡ് ഔട്ട് സൈഡ്, വി ഡോണ്ട് ഫിക്സ് ദ മൈൻഡ്. ഇത് രണ്ടും ഇല്ല, വി ഫിക്സ് അവർ സെൽസ്. ഇൻ്റർവെൻഷൻ എവിടെയാണ്? അറ്റ് ദി ഐ പോയിന്റ്. ഐ ലെവലിലാണ്, കണ്ണല്ല, വെറും ഐ. അവിടെയാണ് ഫിക്സ് ചെയ്യുന്നത് അല്ലേ? കാരണം ഈ മനസ്സിലുള്ള എല്ലാതരം വിഷയങ്ങളും ദേ ആർ കോസ്ഡ് ബൈ ദി അബറേഷൻസ് ടു ദിസ് ഐ. ഐ എന്ന പോയിന്റിലുള്ള വ്യതിയാനങ്ങൾ ആണ് എല്ലാതരം പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയൊന്നും എല്ലാവരും അക്സെപ്റ്റ് ചെയ്യില്ല ഈ കാര്യം. നമ്മൾ പറയും പുറമേ ഉള്ള സംഗതികളാണ് ശരി, അതൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. മനസ്സാണ്, അതൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ബട്ട് ഇവിടെ ജേർണി മെത്തഡിലേക്ക് വരുമ്പോൾ എന്താ പറയുന്നത്? ഇതൊന്നുമല്ല കാരണം, ഈ ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ ഞാൻ അവിടെ ഉള്ളിടത്തോളം കാലം പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. എത്ര ആൾക്കാരെ ഫിക്സ് ചെയ്തിട്ടും കാര്യമില്ല, എത്ര മനസ്സിൽ കളിച്ചിട്ടും കാര്യമില്ല. ഇതാണ് ജേർണി വിത്തിൻ്റെ ഒരു സ്റ്റാൻഡ് പോയിന്റ്. ഇവിടെ പലതരം മാർഗങ്ങൾ ചൂസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്, ഈ നമ്മളിൽ ചേഞ്ചസ് വരുത്താൻ. അതിലാണ് ഭക്തി മാർഗമുണ്ട്, കർമ്മയുണ്ട്, ധ്യാന മാർഗമുണ്ട്. ദീസ് ആർ ഡിഫറെൻറ്റ് പാത്സ് അല്ലേ? തീർച്ചയായും ഭക്തിയും ധ്യാനവും ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ടു സർട്ടൺ എക്സ്റ്റെൻറ്റ്. കർമ്മ അത്ര ഈസി അല്ല. നിഷ്കാമ കർമ്മ എന്ന് പറഞ്ഞാൽ പറയാനേ പറ്റൂലേ, ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ബട്ട് എങ്കിലും നമുക്ക് ഭക്തിയും ധ്യാനമൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ്, നല്ലതുമാണ്. പക്ഷേ ഒരു കാര്യം, ഇത് വണ്ടിയിൽ ഒഴിക്കുന്ന പെട്രോൾ പോലെയാണ്, അധികം കാലം ഓടില്ല, വീണ്ടും നമ്മൾ നിറച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, വി നീഡ് ടു കണ്ടിന്യൂ എവറി ഡേ. പക്ഷേ ചെയ്യാൻ പറ്റുന്നവർക്ക് അത് ചെയ്യുന്ന എപ്പോഴും നല്ലതാണ്. ഇനി മഹർഷി എന്താ പറയുന്നത് നോക്കാം. വെൻ യു റിമെയിൻ ആസ് ദ സെൽഫ് ആസ് ഇൻ സ്ലീപ്പ്, ഉറക്കത്തിൽ എന്ന പോലെ നിങ്ങൾ ആത്മാവായി തുടരുമ്പോൾ, വെൻ യു റിമെയിൻ ആസ് ദ സെൽഫ്, സെൽഫ് എന്ന് പറഞ്ഞാൽ ആത്മാവ്, ദ വേൾഡ് ആൻഡ് ഇറ്റ്സ് സഫറിങ്സ് വിൽ നോട്ട് എഫക്റ്റ് യു. ലോകമോ അതിൻ്റെ കഷ്ടപ്പാടുകളോ നിങ്ങളെ ബാധിക്കില്ല. അപ്പോൾ നേരത്തെ ചിത്രത്തിൽ ഇതാണല്ലോ കണ്ടത്. ഇവിടെ സെൽഫ് എന്ന് പറയുന്നത് ഈ ഐ ഉണ്ടല്ലോ, അതിൻ്റെ പിന്നാമ്പുറത്താണ്. അറ്റ്ലീസ്റ്റ് അവിടെയൊന്ന് കൂട്ടിയാൽ മതി. അവിടെ നിൽക്കാൻ പറ്റണമെന്ന് പറയുന്നത്. എങ്ങനെ? ഉറക്കത്തിൽ എന്ന പോലെ. സ്ലീപ്പ് എന്ന് പറയുന്നത് ഡീപ്പ് സ്ലീപ്പാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ. ഡീപ്പ് സ്ലീപ്പിൽ നമുക്കൊരു വിഷമമില്ലല്ലോ, ഇല്ല. ഡീപ്പ് സ്ലീപ്പിൽ നിങ്ങൾക്കൊരു പ്രശ്നമില്ലല്ലോ, ഇല്ല. ജോലി പ്രശ്നമുണ്ടോ? ഇല്ല. കുടുംബ പ്രശ്നമുണ്ടോ? ഇല്ല. സാമ്പത്തിക വിഷയങ്ങളുണ്ടോ? ഇല്ല. പക്ഷെ അവിടെ ഒരു ഞാനുണ്ട്. ആ ഞാൻ ശരിക്കും ഒരു വിഷമവും അനുഭവിക്കുന്നില്ല. മഹർഷിയുടെ ടീച്ചിങ് ഇവിടെ ഉണർന്നിരിക്കുമ്പോൾ, അതായത് ജാഗ്രത് അവസ്ഥയിൽ, ഇഫ് യു ക്യാൻ റിമെയിൻ ആസ് ദ സെൽഫ്, നിങ്ങൾക്ക് അതേ ആത്മാവായി നിലകൊള്ളാൻ കഴിയുമെങ്കിൽ എന്ത് സംഭവിക്കും? ദ വേൾഡ് ആൻഡ് ഇറ്റ്സ് സഫറിങ്സ് വിൽ നോട്ട് എഫക്റ്റ് യു. ഈ ലോകത്തിലുള്ള ഒരു വിഷയവും നിങ്ങളെ ബാധിക്കില്ല. അത്ര എളുപ്പമല്ല നമുക്കത് മനസ്സിലാക്കാൻ. എന്നപ്പോൾ ഈ മഹർഷി പറയുന്നത്? ഉണർന്നിരിക്കുമ്പോൾ ഉറങ്ങേ, പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യമൊക്കെ വരും. ഇത് ചോദിക്കുന്നതാരാ? ദ ഇൻഎസ്കേപ്പബിൾ ആയി. മനസ്സിന് മനസ്സിലാകാൻ കഴിയാത്ത സത്യമാണ്
മഹർഷി പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു ടെക്നിക്ക് ഉണ്ട് എന്ന് മഹർഷി നമുക്ക് പറഞ്ഞു തരികയാണ്. സോ ദെയർഫോർ ഇവിടെ പുറമേയുള്ള കോസസ് ഒന്നും മാറുന്നില്ല. വി ആർ നോട്ട് റിമൂവിങ് എനി ഓഫ് ദ കോസസ്. ഒരു വ്യക്തിയെ നമ്മൾ മാറ്റുന്നില്ല. മക്കളെ മാറ്റുന്നില്ല, ഭാര്യയെ മാറ്റുന്നില്ല, ഭർത്താവിനെ മാറ്റുന്നില്ല, ആരെയും മാറ്റുന്നില്ല. അവരിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുമില്ല. നമുക്കറിയാം അതാണ് ഈസി എന്ന്, നമ്മൾ പഠിച്ച പണി അതാണ്. പക്ഷെ ഇതിലൊന്നും ചെയ്യുന്നില്ല. റൈറ്റ്? നമ്മൾ മനസ്സിലും വർക്ക് ചെയ്യുന്നില്ല. അതാ രസം. മനസ്സിന് വേണ്ടിയിട്ടുള്ളൊരു മെഡിറ്റേഷനും ചെയ്യുന്നില്ല അവിടെ. കാരണം മനസ്സിന് വേണ്ടി മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിലും അതിനൊരു പരിധി ഉണ്ട് എന്ന് പറഞ്ഞുവല്ലോ. അത് കാരണം നമ്മളിത് രണ്ടും ചെയ്യുന്നില്ല. പകരം നമ്മൾ ഈ ഐയിലാണ് വർക്ക് ചെയ്യുന്നത്. അതെങ്ങനെയാണ് എന്ന് പറയുന്നു. ദെയർഫോർ ലുക്ക് വിത്തിൻ. അതുകൊണ്ട് ഉള്ളിലേക്ക് നോക്കാനാണ് പറയുന്നത്. സീ ദ സെൽഫ്. ആത്മാവിനെ കാണുക. ദെയർ വിൽ ബി എൻ എൻഡ് ഓഫ് ദ വേൾഡ് ആൻഡ് ഇറ്റ്സ് മിസറീസ്. ലോകത്തിനും അതിൻ്റെ ദുരിതങ്ങൾക്കും ഒരു അവസാനമുണ്ടാകും. ഇതാണ് ശരിക്കും ശാശ്വതമായ പരിഹാരം. ശാശ്വതമായ പരിഹാരം ഒന്നേ ഒന്ന് മാത്രമേ ഉള്ളൂ. ഒരേ ഒരു പരിഹാരം നമുക്കെല്ലാവർക്കും, ഒരാൾക്ക് മാത്രമല്ല. ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ശാശ്വതമായ സമാധാനവും സന്തോഷവും വേണം എങ്കിൽ എന്താ വേണ്ടത്? റിമെയിൻ ആസ് ദ സെൽഫ്. ഞാൻ എന്ന ആ സത്യത്തിൽ ഉറച്ചു നിൽക്കാനാണ് മഹർഷി പറയുന്നത്. സോ വി ഹാവ് ടു വർക്ക് ഹിയർ. ലുക്ക് വിത്തിൻ എന്നാണ് മഹർഷി പറയുന്നത്. ഹൗ ടു ലുക്ക് എന്നാണ് ഏറ്റവും ബിഗ്ഗസ്റ്റ് പ്രോബ്ലം. എങ്ങനെ പുള്ളിലേക്ക് നോക്കുക? എവിടെയൊക്കെ നോക്കേണ്ടത്? ഇത് ഇങ്ങനെ നമുക്ക് മനസ്സിലാകാതിരിക്കാനുള്ള കാരണം, പലർക്കും ഇത് മനസ്സിലാകാതിരിക്കാനുള്ള കാരണം, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ റോങ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഐ. ഈ ഐയിലേക്കാണ് നോക്കാൻ പറയുന്നത് അല്ലേ? ഈ ഐ എന്താണ്, ആരാണ് എന്നുള്ള കൃത്യമായ ഒരു ബോധം ഇല്ല, കൃത്യമായ അറിവില്ല. അതാണ് ഈ ഐയിലേക്ക് നോക്കാൻ പറ്റാതിരിക്കാനുള്ള ഒരു കാരണം. നമുക്ക് പലർക്കും ഈ ഐ എന്ന് വെച്ചാൽ ശരീരവും മനസ്സുമാണ്. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ദ ബോഡി ആൻഡ് മൈൻഡ്. ബോഡി മൈൻഡ് കോംപ്ലക്സ് ആണ് ഞാൻ എന്ന ഒരു തോന്നലാണ് നമുക്കുള്ളത്. അങ്ങനെ ഒരു ഞാനുണ്ട്, ശരിയാണ്. നമ്മുടെ അനുഭവത്തിലുള്ള ഞാൻ അത് തന്നെയാണ്, ഈ ശരീരവും മനസ്സും ആകുന്ന ഞാൻ. പക്ഷെ ആ ഞാൻ എന്ന പദാർത്ഥത്തിൻ്റെ അനുഭവം എന്താ അറിയൂ? അറ്റാച്ച്മെൻറ്റ്സ് ആണ്. പല സംഗതികളുമായും നമ്മൾ ചെങ്ങലക്കിട്ട പോലെയാണ്, ബന്ധിച്ചിരിക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മവുമായി നമ്മൾ ബന്ധപ്പെട്ടാണ് അറ്റാച്ച്മെൻറ്റ്. ആർക്കാണ്? ബോഡി മൈൻഡ് കോംപ്ലക്സ് എന്ന ഞാൻ അതിനാണുള്ളത്. പല വ്യക്തികളുമായി അറ്റാച്ച്ഡ് ആണ്. കൂടുതൽ ക്ലോസ് ആയിട്ടുള്ളവരോട് കൂടുതൽ അറ്റാച്ച്ഡ്, കൂടുതൽ സ്നേഹമുള്ളവരോട് കൂടുതൽ അറ്റാച്ച്ഡ്. നോക്കൂ, അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ വിഷമം. സ്ട്രേഞ്ചർ ആണെങ്കിൽ കുഴപ്പമില്ല, അറ്റാച്ച്മെൻറ്റ് കുറവാണ്. നോക്കൂ, നമ്മുടെ വീടുമായി അറ്റാച്ച്ഡ് ആണ്, നമ്മുടെ വാഹനവുമായിട്ട്, എല്ലാതരം വസ്തുക്കളുമായിട്ട് അറ്റാച്ച്ഡ് ആണ് ഈ ബോഡി മൈൻഡ് കോംപ്ലക്സ് എന്ന ഞാൻ. അതുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്, നമ്മുടെ അനുഭവത്തിലുണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ കുടുംബവുമായി അറ്റാച്ച്ഡ് ആണ്, പല സ്ഥലങ്ങളുമായി അറ്റാച്ച്ഡ് ആണ്, മാറി നിൽക്കാൻ പറ്റുന്നില്ല. പാസ്റ്റായിട്ട് അറ്റാച്ച്ഡ് ആണ്, കഴിഞ്ഞുപോയ കാലത്തുള്ള എല്ലാ അനുഭവം ഇല്ലേ, അതൊക്കെ അറ്റാച്ച്ഡ് ആയി കിടക്കണം അവിടെ. പലപ്പോഴും ഓർത്തെടുത്ത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, നീ എന്നങ്ങനെ പറഞ്ഞില്ലേ, ഞാൻ വിട്ടുതരില്ല എന്നൊക്കെ പറയും. അതാരാ പറയുന്നത്? ഈ ശരീരവും മനസ്സും കൂടിയ ഒരു ഞാനുണ്ട്. ആ ഞാനതൊക്കെ പറയുന്നത്. ഫ്യൂച്ചറായിട്ടും അറ്റാച്ച്ഡ് ആണ്. ഉത്കണ്ഠ, എന്താ സംഭവിക്കുക ഇപ്പോൾ നാളെ, ജോലി തെറിക്കോ, ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്, എന്തും സംഭവിക്കാം. നോക്കൂ, പേടിച്ചിരിക്കുകയാണ്. ഈ നേരത്തെ കണ്ടുള്ള ചിത്രത്തിലുള്ള കോസസ് ഉണ്ടല്ലോ, ഓബ്ജക്ട്സ് ഉണ്ടല്ലോ, പീപ്പിൾ ഉണ്ടല്ലോ, അതിനെന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഇവിടെയാണ് തട്ടുന്നത്. കാരണം എന്താ? ചങ്ങലക്കിട്ടിരിക്കുകയാണ്. പ്രിസണിലൊക്കെ കാലിനൊക്കെ ചങ്ങലക്കിട്ട ആൾക്കാരെ കണ്ടില്ലേ? അവർക്ക് എവിടേക്കും മൂവ് ചെയ്യാൻ പറ്റുമോ? എവിടേക്കും മൂവ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ അവസ്ഥ തന്നെയാണ്. കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, ഈ ചങ്ങല കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഉണ്ട്. അതെങ്ങനെയാ അറിയുക? നമ്മുടെ അനുഭവം. ആ അനുഭവം തന്നെ സത്യമായിട്ട് പറയുകയാണ്, ചങ്ങലക്കിട്ടിരിക്കുക നമ്മൾ. വി ആർ നോട്ട് ഫ്രീ. സോ ദിസ് ഇസ് ദ ട്രൂത്ത് ഓഫ് ലൈഫ്. രമണ മഹർഷി ഹുവമൈ എന്നുള്ള പുസ്തകത്തിൽ തന്നെ പറയുകയാണ്, ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് തന്നെ, ഞാൻ ആര് എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ ഒരു സമ്മറിയാണത്. ഐ ആം നോട്ട് ദ ബോഡി. ഞാൻ ഈ ശരീരമല്ല. ഐ ആം നോട്ട് ദ സെൻസ് ഓർഗൻസ്. ഞാൻ ഈ ഇന്ദ്രിയങ്ങളല്ല, ജ്ഞാനേന്ദ്രിയങ്ങളല്ല. ഐ ആം നോട്ട് ദി ഓർഗൻസ് ഓഫ് ആക്ഷൻ. ഞാൻ ഈ കർമ്മേന്ദ്രിയങ്ങളല്ല. ഐ ആം നോട്ട് ദ പ്രാണാസ്. ഞാൻ പ്രാണനല്ല.
ഐ എം നോട്ട് ദ മൈൻഡ്, ഞാൻ മനസ്സല്ല. ഐ എം നോട്ട് ഈവൺ ദ നെസിയൻസ്, ഇഗ്നോറൻസ് ഇൻ ഡീപ്പ് സ്ലീപ്പ്. ഗാഠനിദ്രയിലുള്ള ഒരു അജ്ഞതയുണ്ടല്ലോ, അവിടെ ഞാൻ ഒരു വിഷമവും ഇല്ലാതെ നിൽക്കുന്നൊരു ഞാനില്ലേ ഗാഠനിദ്രയിൽ, ആ ഞാൻ അല്ല എന്നാണ് മഹർഷി പറയുന്നത്. അതുപോലും ഞാനല്ല. ഇത് മഹർഷി മാത്രമൊന്നല്ല പറയുന്നത്, ഉപനിഷത്തിലും ഇത് തന്നെയാണ് വിളിച്ച് പറയുന്നത്, ഭഗവത്ഗീതയിലും ഇത് തന്നെയാണ് പറയുന്നത്, ആദി ശങ്കരാചാര്യർ എഴുതിയിട്ടുള്ള നിർവാണ ഷടകത്തിലും വിവേക ചൂടാമണിയിലും ഒക്കെ ഇത് തന്നെയാണ്. ഇൻഫാക്റ്റ് ഈ അനുഭവം ഉണ്ടായിട്ടുള്ള എല്ലാ ആളുകളും വിളിച്ചു പറയുന്നത് ഒരേ ഒരു സത്യമാണ്. എല്ലാ എൻലൈറ്റൻഡ് സേജസ് ആൻഡ് സെയിൻസ് പറയുന്നത് ഇതേ ഒരു സത്യം, ഒരേ ഒരു സത്യം. ഞാൻ ശരീരമല്ല, മനസ്സുമല്ല, ഇതൊന്നുമല്ല, ഇതൊന്നുമല്ലാത്ത ഒരു ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പലർക്കും ഇതറിയാം, ഇൻ്റലക്ച്വലി അറിയാം, കാരണം വായിച്ചിട്ടുള്ള അറിവുണ്ട്. നമ്മൾ പലരും വായിക്കുന്നുണ്ട്, ഉപനിഷത്തൊക്കെ വായിക്കുന്നുണ്ട് അല്ലേ. സോ ഇൻ്റലക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ബട്ട് അതുകൊണ്ട് വലിയ പ്രയോജനമില്ല. പ്രയോജനമില്ല എന്ന് പറയുന്നില്ല, പ്രയോജനമുണ്ട്. അറ്റ്ലീസ്റ്റ് നമ്മളൊരു സീക്കറായി മാറുന്നുണ്ട് അല്ലേ. അതിനുവേണ്ടി നമ്മൾ പലതും ശ്രമിക്കുന്നുണ്ട്. ബട്ട് നമുക്കതല്ല വേണ്ടത്. ഇൻ്റലക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് നമുക്കൊരു എഷ്വറൻസ് തരുന്നുണ്ട്. കാര്യം ഇത്രയും വലിയ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഉപനിഷത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, സ്ക്രിപ്റ്റേഴ്സ് അത് പറയുന്നുണ്ട്, മഹർഷിയും അത് പറയുന്നുണ്ട്. ഈ ഒരു അറിവ് നമുക്കൊരു എഷ്വറൻസ്, ഒരു ഉറപ്പ് തരുന്നുണ്ട്. ആർക്കാണ് ഉറപ്പ്? മനസ്സിനാണ്. പക്ഷെ നിങ്ങൾ മനസ്സല്ല. നോക്കൂ, നിങ്ങളുടെ മനസ്സിനായി ഉറപ്പ് കിട്ടുന്നത്, നിങ്ങളുടെ മനസ്സിനാണ് ഒരു സമാധാനം കിട്ടുന്നത്. ഓ, ഞാൻ ശരീരമല്ല അല്ലേ, അപ്പോൾ ഞാൻ മരിച്ചാലും പ്രശ്നമില്ല അല്ലേ. സമാധാനമായി. ആർക്ക്? ടു ദി ഇൻഎസ്കേപ്പബിൾ ഐ. ഈ മനസ്സാണ് പറയുന്നത് എനിക്ക് സമാധാനം ഉണ്ടെന്ന്. അത് നിങ്ങളല്ല. ആ മനസ്സിൽ സമാധാനം ഉണ്ടായാലും നിങ്ങളെ സംബന്ധിച്ച് അത് ഒരു എറ്റേണൽ റിയാലിറ്റി അല്ല. എക്കാലവും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകില്ല. അസുഖം വരുമ്പോൾ വീണ്ടും പേടിക്കും. ഇൻ്റലക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക. നമുക്ക് പേടി വരും. സത്യം, ഞാൻ ഈ ശരീരമല്ല, ഞാൻ എറ്റേണലാണ്, എനിക്ക് മരണമില്ല, അത് ഇൻ്റലക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്. പക്ഷെ രോഗം വരുമ്പോഴേക്കും പേടി വരുന്നു. എന്താ അർത്ഥം? ബിക്കോസ് ഐ ഹാവ് എ മെൻ്റൽ അണ്ടർസ്റ്റാൻഡിങ്, ബുദ്ധിപരമായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വലിയ കാര്യമില്ല, പതറും വീണ്ടും. പക്ഷേ നമുക്ക് അനുഭവജ്ഞാനമാണ് വേണ്ടത്. അനുഭവജ്ഞാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഈ പറഞ്ഞ സത്യം എല്ലാം നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുകയുള്ളൂ. ഇപ്പം നമുക്കൊരു അനുഭവം എന്താ? ഞാൻ ഈ ശരീരമാണെന്നുള്ള പൂർണ്ണ അനുഭവമല്ലേ. അതേ അനുഭവം തിരിച്ചും വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? വളരെ ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതൊന്നും നമ്മളല്ലെങ്കിൽ, ഞാൻ ഈ ശരീരവും മനസ്സും ഒന്നും ഞാനല്ലെങ്കിൽ പിന്നെ ഞാൻ ആരാണ് എന്ന ചോദ്യം വരും. അത് തന്നെയാണ് ഹൂ എം ഐ. അതാണ് മഹർഷിയുടെ കോറായിട്ടുള്ള പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള പ്രാക്ടീസാണ്. ഞാൻ ആര് എന്ന് അന്വേഷിക്കാനാണ് മഹർഷി പറയുന്നത്. അപ്പോൾ ചിലർ പറയും അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ബ്രഹ്മനാണെന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഉപനിഷത്ത് എന്ന് പറയും, അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ വിളിച്ച് പറയും. പക്ഷേ ഇതൊരു ഇൻ്റലക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് കാര്യമില്ല. ഞാൻ ബ്രഹ്മനാണ് എന്ന് പറയുന്നത്, ഈ ബ്രഹ്മൻ എന്ന് പറയുന്ന ഒരു തേർഡ് പേഴ്സൺ ഒബ്ജക്റ്റ് പോലെ കാണുകയാണ്, വേറെന്തോ ഒരു സാധനമാണ്. ആ അനുഭവം നമുക്കുണ്ടാവുകയാണെങ്കിൽ പിന്നെ ഈ ഉപനിഷത്ത് വേണ്ട, അഹം ബ്രഹ്മാസ്മി വേണ്ട, അതിന് പ്രത്യേകിച്ചൊന്നും തരാനില്ല. അനുഭവജ്ഞാനം എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. അപ്പോൾ ഇൻ്റലക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും റിയലൈസേഷനും രണ്ടും രണ്ട് തന്നെയാണ്. ഇൻ്റലക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് തീർച്ചയായും നമുക്ക് റിയലൈസേഷനിലേക്ക് എത്തിക്കാൻ സഹായകരമാകും, നമുക്കൊരു താല്പര്യം ഉണ്ടാക്കും, ജനിപ്പിക്കും. പക്ഷേ നമ്മളതാണ് എന്ന് അറിയണമെങ്കിൽ അതിന് പ്രാക്ടീസ് തന്നെ വേണം. സോ ദാറ്റ് ബ്രഹ്മൻ ഡസ് നോട്ട് ബിക്കം അനദർ ഒബ്ജക്റ്റ് ഫോർ യു, സോ ദാറ്റ് ഗോഡ് ഡസ് നോട്ട് ബിക്കം എൻ ഒബ്ജക്റ്റ് ഫോർ യു. ദൈവം പോലും നമുക്കൊരു ഒബ്ജക്റ്റായി മാറുകയാണ്. പല ക്ഷേത്രങ്ങളിലും പോകുന്നു, പല പള്ളികളിലും പോകുന്നു, പല വഴിപാടുകളിലും കഴിക്കുന്നു. ഇതൊന്നും വേണ്ടെന്നല്ല പറയുന്നത്, ഇതെല്ലാം വേണം, നല്ലതുമാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാം ബെനിഫിറ്റ് ശരിക്കും മനസ്സിനാണ്. ആ മനസ്സ് ഞാനല്ല എന്ന് വരുമ്പോൾ പിന്നെ നമുക്ക് ശരിക്കും അന്വേഷിക്കണ്ടേ. ഇതാണ് ജ്ഞാനമാർഗം. നേരത്തെ നമ്മൾ ഭക്തി, കർമ്മ, ധ്യാനം, ഇത് ജ്ഞാനമാർഗമാണ്. ആത്മവിചാര എന്ന് പറയും ഈ പ്രാക്ടീസിന്. ഹൂ am I? ബി ആസ് യു ആറിൽ മഹർഷി പറയുന്നു, വാട്ട് എവർ പാത്ത് വൺ മേ ചൂസ്, ദി ഐ ഇസ് ഇൻഎസ്കേപ്പബിൾ. ഒരു വ്യക്തി ഏത് വഴി തിരഞ്ഞെടുത്താലും ഞാൻ എന്ന കർത്തൃത്വ ബോധമുള്ളൊരു ഞാൻ അവിടെ ഉണ്ടല്ലോ. ദാറ്റ് ഇസ് ഇൻഎസ്കേപ്പബിൾ, ഒഴിവാക്കാൻ കഴിയാത്തതാണ്. ദി ഐ ദാറ്റ് ഡസ് ദ നിഷ്കാമ കർമ്മ, ആ നിഷ്കാമ കർമ്മയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ടല്ലോ, അതവിടെ ഉണ്ട്.
ഈ നിഷ്കാമ കർമ്മ ചെയ്യുന്നു എന്ന് പറയുമ്പോഴും പുള്ളി അവിടെ ഉണ്ട്. ആ വ്യക്തിക്ക് ആ ഞാൻ എന്ന വസ്തുവിന് ചിലത് നേടണം, അതിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ പറയും നിഷ്കാമ കർമ്മിയാണെന്ന് പറയും. ആ അവിടെയുണ്ട്. മഹർഷി പറയണം കർത്താവ്. ഓക്കെ, നമ്മൾ എത്രത്തോളം അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചാലും വലിയ ബുദ്ധിമുട്ടാണ്. ഇൻ്റലക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. വാട്ട് എവർ പാത്ത് വൺ മേ ചൂസ്, അതായത് നിങ്ങൾ കർമ്മയോഗ മാത്രമല്ല ഭക്തിമാർഗത്തിലൂടെ പോയാലും, ഭക്തിമാർഗത്തിലൂടെ പോകുമ്പോൾ നിങ്ങളാരാ? നിങ്ങൾ ഡിവോട്ടിയാണ്. നിങ്ങൾക്ക് ഈശ്വരൻ വേറെ ആയിട്ടുണ്ട് അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇത് മോശമെന്നല്ല പറയുന്നത്, ഇത് കണ്ടിന്യൂ ചെയ്യണം. കാരണം അതിലൂടെ നമുക്ക് ഇവിടെ എത്താൻ സാധിക്കും, ഒരു ചാൻസ് ഉണ്ട്. ഇവിടെ ഡയറക്റ്റ് പാത്താണ്. അപ്പോൾ നിഷ്കാമ കർമ്മ അതല്ലെങ്കിൽ മറ്റുള്ള പാത്തുകളിലൂടെ പോകുന്ന സമയത്ത് ധ്യാനം ചെയ്യുമ്പോൾ ധ്യാനിക്കുന്നൊരു വ്യക്തി ഉണ്ടില്ലേ, എനിക്ക് വേണം, എനിക്ക് മുക്തി വേണം എന്ന് പറഞ്ഞിട്ടാണ്, എനിക്ക് സമാധിയുടെ ആ ഒരു എക്സ്പീരിയൻസ് ലഭിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാനിരിക്കുകയാണ് ധ്യാനത്തിന് വേണ്ടി. ചെയ്യുന്നവരോടില്ലേ ഉണ്ട്. ആ ഞാൻ ആരാണ്? ദ ഇൻഎസ്കേപ്പബിൾ ഐ. അതാണ് മഹർഷി പറയുന്നത്. വാട്ട് എവർ പാത്ത് വൺ മേ ചൂസ്, ദി ഐ ഇസ് ഇൻഎസ്കേപ്പബിൾ. ഒഴിവാക്കാൻ പറ്റില്ല നിങ്ങൾക്ക്, എത്ര കേമനായാലും. ആ ഐ ആണ് ശരിക്കും സീക്കർ, ആ ഐ ആണ് എക്സ്പീരിയൻസർ, ആ ഐ ആണ് ഡൂവർ. മഹർഷി കണ്ടിന്യൂസ്, ദി ഐ ദറ്റ് പൈൻസ് ഫോർ ജോയിനിങ് ദ ലോർഡ് ഫ്രം ഹും ഇറ്റ് ഫീൽസ് ഇറ്റ് ഹാസ് ബീൻ സെപ്പറേറ്റഡ്. എന്നിൽ നിന്ന് വേർപിരിഞ്ഞതായി തോന്നുന്ന കർത്താവിനോട് ചേരാൻ കൊതിക്കുന്ന ഞാൻ ഇൻഎസ്കേപ്പബിൾ ആയിയാണ്. അപ്പം എനിക്കറിയാം, നോക്കൂ ഇവിടെ ഡുവാലിറ്റി ഉണ്ട്. ഓക്കെ, ഐ ഫീൽ ഐ എം സെപ്പറേറ്റ് ഫ്രം ഗോഡ്. എനിക്കറിയാം ഞാൻ ദൈവമല്ലല്ലോ, ഞാൻ ദൈവത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുകയാണ്. ദൈവത്തിൽ നിന്നും ഭഗവാനിൽ നിന്നും ഈശ്വരനിൽ നിന്നും കർത്താവിൽ നിന്നും പിരിഞ്ഞിരിക്കുന്ന ഞാനുണ്ടല്ലോ, ആ വേർപിരിഞ്ഞിരിക്കുന്ന ഞാൻ ആ ഈശ്വരനോട് കർത്താവിനോട് ചേരാൻ ആഗ്രഹിക്കുകയാണ്, കൊതിക്കുകയാണ്. അതാണ് ദി ഇൻഎസ്കേപ്പബിൾ ഐ. ഇറ്റ് ഫീൽസ് ദാറ്റ് ഇറ്റ് ഹസ് ബീൻ സെപ്പറേറ്റഡ്. അവിടെയാണ് ഒരു ഡിവോട്ടി ആയിട്ട് മാറുന്നത് നമ്മൾ, അല്ലേ? സോ ഐ വോണ്ട് ടു ബി വിത്ത് ഗോഡ്. ദി ഐ ദറ്റ് ഫീൽസ് ഇറ്റ് ഹസ് സ്ലിപ്ഡ് ഫ്രം ഇറ്റ്സ് റിയൽ നേച്ചർ ആൻഡ് സോ ഓൺ. യഥാർത്ഥ സ്വരൂപത്തിൽ നിന്ന് വഴുതിപ്പോയിരിക്കുന്നു എന്ന് തോന്നുന്ന ഒരു ഞാൻ, അതാരാ? ദ ഇൻഎസ്കേപ്പബിൾ ഐ. അപ്പോൾ ഏത് മാർഗം സ്വീകരിച്ചാലും ഇയാളെ മാറ്റി നിർത്താൻ സാധിക്കില്ല. കാരണം ഈ ചെയ്യുന്നവൻ അവിടെ ഉണ്ട്, മാറ്റി നിർത്താൻ പറ്റില്ല. ഇറ്റ് ഇസ് ഓൾവേസ് ദെയർ. ഞാൻ മാറ്റി നിർത്തുക എന്ന് പറഞ്ഞാലും അത് പറയുന്നതും ദ സെയിം ആയി. നോക്കൂ, ഇതാണ് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് മഹർഷി പറയാനുള്ള കാരണം. ദ സോഴ്സ് ഓഫ് ദിസ് ഐ മസ്റ്റ് ബി ഫൗണ്ട് ഔട്ട്. ഈ ഞാൻ എന്ന സാധനത്തിൻ്റെ ഉറവിടം കണ്ടെത്തണം എന്നാണ് പറയുന്നത്. ദെൻ ഓൾ ക്വസ്റ്റ്യൻസ് വിൽ ബി സോൾവ്. അപ്പോൾ എല്ലാം പരിഹരിക്കപ്പെടും. സോഴ്സിലേക്ക് പോകുമ്പോൾ അവിടെ ആരില്ല? ഇൻഎസ്കേപ്പബിൾ ആയി ഉണ്ടാകില്ല. ഇതാണ് ഈ ഒരു പ്രോസസ്സിൻ്റെ ബ്യൂട്ടി. അപ്പോൾ മഹർഷി പറയണത് ദ സോഴ്സ് ഓഫ് ദിസ് ഐ മസ്റ്റ് ബി ഫൗണ്ട്. അതിൻ്റെ ഉറവിടം, അത് എവിടെ നിന്നാണ് വന്നത്? ഈ ഞാനുണ്ടല്ലോ, ഇൻഎസ്കേപ്പബിൾ ഐ, എവിടെ നിന്നാണ് വന്നത്? അതിൻ്റെ ഉറവിടം എവിടെയാണ്? അത് കണ്ടെത്താനാണ് പറയുന്നത്. അത് കണ്ടെത്തിക്കഴിഞ്ഞാൽ എല്ലാ ചോദ്യങ്ങളും തീർന്നു, എല്ലാം പരിഹരിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. സോ ഈ ഒരു പോയിന്റിലാണ് നമ്മുടെ ശരിയായ പ്രവർത്തനം. ഇത് കണ്ടെത്താനാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഉദ്ദേശ ലക്ഷ്യം. സോ ദിസ് ഐ, ആ ഐയിലേക്ക് പോകുന്ന സമയത്ത് ദ സോഴ്സ് ഓഫ് ഐ മറ്റൊന്നാണ് എന്ന് നമുക്ക് മനസ്സിലാവും. മഹർഷി പറഞ്ഞല്ലോ, അതായത് വെൻ യു റിമെയിൻ ആസ് ദ സെൽഫ് ആസ് ഇൻ സ്ലീപ്പ്, ഉറക്കത്തിൽ എന്ന പോലെ നിങ്ങളുടെ ആത്മാവായി നിലകൊള്ളുകയാണെങ്കിൽ സഫറിങ്സ് നിങ്ങളെ തട്ടില്ല എന്ന് പറഞ്ഞല്ലോ. അതിതാണ് കാരണം. ഈ ഐയിൽ നിന്നും നമ്മൾ അതിൻ്റെ സോഴ്സ് അന്വേഷിച്ച് പോകുമ്പോൾ എന്ത് സംഭവിക്കും? അതവിടെ ഉണ്ടാവില്ല. ആ ഐ മങ്ങിപ്പോകും. ആ ഐ മങ്ങുന്ന സമയത്ത് ദ ചെയിൻ ഓഫ് അറ്റാച്ച്മെൻറ്റ് ബ്രേക്സ്. ഇതുവരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു സംഭവമില്ലേ, ഒരു ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ലേ, അത് ബ്രേക്കായി. കാരണം അവിടെ ആളില്ല, ചങ്ങല പൊട്ടിയതിന് തുല്യമാണ്. ഇൻഫാക്റ്റ് ചങ്ങല അവിടെ ഉണ്ടെങ്കിലും ഇവിടെ ഞാനില്ലല്ലോ, ആ ഐ ഫെയ്ഡായി പോകും. ഇതിനാണ് നോൺ അറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ശരിക്കും നോൺ അറ്റാച്ച്മെൻറ്റ് പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മറ്റൊരു സാധനത്തിൽ നിന്നും നമ്മൾ അകറ്റുന്നില്ല. പലർക്കും തെറ്റിദ്ധാരണയാണ്. എങ്ങനെയാണ് നോൺ അറ്റാച്ച്ഡ് ആകാൻ പറ്റും? എനിക്ക് എൻ്റെ മക്കളിൽ നിന്ന് എങ്ങനെയാണ് നോൺ അറ്റാച്ച് ആകാൻ പറ്റും? എനിക്ക് എൻ്റെ ഫാമിലിയിൽ നിന്ന് എങ്ങനെയാണ്? അതല്ല ഉദ്ദേശം. പറയുന്നത് ഈ ഞാനുണ്ടല്ലോ ഉള്ളിൽ, അതിനെ കണ്ടെത്താനാണ് പറയുന്നത്. ദാറ്റ് ഈസ് നോൺ അറ്റാച്ച്മെൻറ്റ്.
ഓക്കെ, പലരും പറയും നോൺ അറ്റാച്ച്മെൻ്റ് പറഞ്ഞ പ്രശ്നമാണ്, ഡേഞ്ചറസ് ആണെന്ന് പറയും, പിന്നെ എനിക്ക് നോക്കാൻ പറ്റില്ല ഫാമിലിയെ. നോ, ഇപ്പം നിങ്ങൾ നോക്കുന്നില്ല, ഇപ്പം നിങ്ങൾ ചങ്ങലക്കിട്ടിരിക്കുകയാണ്. അവരെയും ചങ്ങലക്കിട്ടു, നിങ്ങളും ചങ്ങലയ്ക്ക്. അത് മാറണം. യു മസ്റ്റ് ബിക്കം ഫ്രീ. അപ്പോൾ അവരും ഫ്രീ ആയി. പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് അനുഭവം ലഭിക്കുമ്പോൾ മഹർഷി പറയുന്നത് സത്യമാണെന്ന് മനസ്സിലാവും. വൺസ് ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ദർ ഇസ് നോ ടേണിംഗ് ബാക്ക്. പിന്നെ വേറെ മാർഗമൊന്നും ഇല്ല. കാരണം ഏത് മാർഗത്തിലൂടെ പോയാലും അവസാനം ജീവൻ മുക്താവസ്ഥയിൽ എത്തുന്നത് ഈ വഴിയിലൂടെയാണ്. ചിന്തകളിൽ നിന്നും നമ്മൾ ഡിറ്റാച്ച്ഡ് ആവും. മനസ്സ് പോലും നമ്മളുടെ എല്ലാം തോന്നിപ്പോവും. മനസ്സ് അവിടെ ഉണ്ട്, ആവശ്യത്തിന് ഉപയോഗിക്കാം. പക്ഷേ ആ മനസ്സ് പോലും കയറി നമ്മളെ നേരെ കളിക്കില്ല, ഇടപെടില്ല. പിന്നെ മനസ്സിന് വേണ്ടി വല്ലതും ചെയ്യണോ? ഒന്നും ചെയ്യണ്ട. ഈ മനസ്സേ നമ്മളിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ എന്തൊരു ബ്യൂട്ടിഫുള്ളാണ്. ഇതാണ് ശരിക്കും സൈലൻസ് എന്ന് പറയുന്നത്. സൈലൻസ് എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കലല്ല. സൈലൻസ് മീൻസ് ടു ഫൈൻഡ് ദ സോഴ്സ് ഓഫ് ദി ഐ. ആ ഞാനിനെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ട്രോഫി ലഭിച്ചതിന് തുല്യമാണ്. ദിസ് ഇസ് ട്രൂ ലിബറേഷൻ. ദാറ്റ് ഈസ് വെൻ യു എസ്കേപ്പ് ഫ്രം ദി ഇൻഎസ്കേപ്പബിൾ ഐ. രക്ഷപ്പെടാൻ പറ്റാത്തൊരു ഞാനുണ്ടല്ലോ, ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഞാനുണ്ടല്ലോ, അതിൽ നിന്നും മുക്തി നേടണം. അതാണ് ജീവൻ മുക്തി. അതാണ് ട്രൂ സക്സസ്, ശരിയായ വിജയം. നോയിങ് ദ റിയൽ മീനിങ് ഓഫ് ലൈഫ്. ഈ ജീവിതത്തിൻ്റെ മീനിങ് എന്താണ്, അർത്ഥം എന്താണെന്ന് മനസ്സിലാകുന്നത് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇതിലൂടെ പോകുന്ന സമയത്താണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്സ് ബെറ്റർ ആകും. കാരണം ആർക്കും നിങ്ങളെ വിഷമിപ്പിക്കാൻ പറ്റില്ല. ആർക്കും നിങ്ങളെ വിഷമിപ്പിക്കാൻ പറ്റില്ല എങ്കിൽ നിങ്ങൾക്ക് ഒന്നും അവരോട് പറയാനുണ്ടാവില്ല. നോക്കൂ, സോ ദേ വിൽ ബി വെരി ഹാപ്പി വിത്ത് യു. അവർക്കൊന്നും നിങ്ങളോടും പറയാനുണ്ടാവില്ല. ഇങ്ങനെയാണ് ജീവിതം വളരെ അർത്ഥപൂർണമായി മാറും. വെരി മീനിങ് ഫുൾ. ഇത്രയും കാലം ഞാൻ എങ്ങനെ ജീവിച്ചു എന്ന് പലരും ചോദിക്കാറുണ്ട്. ജേണി വിത്തിനിൽ സ്ഥിരമായിട്ട് പങ്കെടുക്കുന്നവർ, റിട്രീറ്റിൽ വന്നവർ പറയാറുണ്ട്, ഇത്രയും കാലം ഞാൻ എങ്ങനെ ജീവിച്ചു എന്നെനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ അത്ഭുതമായിട്ട് തോന്നുന്നു. ഇപ്പോൾ ഈ 1-2 വർഷം കൊണ്ടുള്ള മാറ്റം എത്രയോ പേര് പറയുന്നു. അനുഭവത്തിൽ നിന്ന് പറയാണ്, പഠിച്ച് പറയല്ല. ദിസ് ക്യാൻ ബി എക്സ്പീരിയൻസ്ഡ്. എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തതൊന്നും മഹർഷി ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല. നമുക്ക് വേണ്ടത് ജിജ്ഞാസ മാത്രമാണ്, താല്പര്യം മാത്രമാണ് വേണ്ടത്. ഈ വഴിയിലൂടെ പോയാൽ സഫറിങ് ഇല്ലാതെയാകുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഇൻഫാക്റ്റ് ഇതിലൂടെ മാത്രമേ സഫറിങ് ഇല്ലാതെയാകുള്ളൂ എന്നുകൂടെ കൂട്ടി പറയാണ്, ചേർത്ത് പറയാണ്. വേറെ ഒരു വഴിയിലൂടെ പോയാലും സഫറിങ് ഇല്ലാതെയാവില്ല. നമുക്ക് തൽക്കാലം രക്ഷപ്പെട്ടു പോകാം. ട്രാഫിക്കുള്ള വഴിയിലൂടെ നമ്മളിങ്ങനെ ഓടിച്ചു പോകുമ്പോൾ തൽക്കാലം രക്ഷപ്പെട്ടു പോകണം. ഏത് സമയത്തും അപകടം സാധ്യതയുണ്ട് എന്ന രീതിയിൽ. പിന്നെ ട്രാഫിക്കില്ല ഇവിടെ എത്തിക്കഴിഞ്ഞാൽ. സോ ദാറ്റ് ഈസ് ദി പാത്ത്, ദ ജേർണി വിത്ത് ഹിം. നമുക്ക് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാം. പ്ലീസ് ക്ലോസ് യുവർ ഐസ്. സിറ്റ് കംഫർട്ടബിളി. ആദ്യം വേണ്ടത് ഞാൻ ശരീരമല്ല എന്ന കൃത്യമായ ബോധമാണ്, അറിവാണ്. മഹർഷി പറഞ്ഞതുപോലെ നിങ്ങൾ ശരീരമല്ല, ജ്ഞാനേന്ദ്രിയങ്ങളോ കർമ്മേന്ദ്രിയങ്ങളോ അല്ല, നിങ്ങളുടെ പ്രാണനല്ല, ശരീരത്തിലുണ്ടാകുന്ന സെൻസേഷൻസ് ഉണ്ടല്ലോ, അതല്ല. പല ധാരണകളും നിങ്ങളുടെ മനസ്സിലുണ്ടാകും, അതിന് പെർസെപ്ഷൻസ് എന്നാണ് പറയുന്നത്. നിങ്ങളതല്ല, നിങ്ങൾ ചിന്തകളുമല്ല. യു ആർ നോട്ട് യുവർ മൈൻഡ്. ഇതൊക്കെയാണ് ഞാൻ എന്ന തോന്നൽ ഉണ്ടെങ്കിൽ ഇതൊന്നും ഞാനല്ല എന്ന് ആദ്യം പറഞ്ഞ് അവയെ മാറ്റി നിർത്തണം. ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. ഞാൻ എന്താണ് എന്നാണ് എനിക്ക് തോന്നുന്നത്, ഞാൻ അതല്ല എന്ന് സ്വയം ബോധ്യപ്പെടുത്തുന്ന സ്റ്റെപ്പാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. തെറ്റായ ധാരണയുള്ളത് ദ ഇൻഎസ്കേപ്പബിൾ ഐക്കാണ്. അപ്പോൾ ഞാൻ ശരീരവുമല്ല, പ്രാണനുമല്ല, മനസ്സുമല്ല, ഒന്നുമല്ലെങ്കിൽ പിന്നെ ഞാൻ ആര്?
നിങ്ങൾ ബോധമാണ്. യുവർ അവെയർനെസ്. ആ അവെയർനെസ് നിങ്ങളോട് പറയും ഐ ആം എന്ന് പറയും, ഐ എന്ന് പറയും. ഇത് റെക്കഗ്നൈസ് ചെയ്യുകയാണ് വേണ്ടത്. യഥാർത്ഥ ഞാൻ ആര് എന്ന് ഞാൻ അറിയുമ്പോൾ പിന്നെ ഒരു വിഷമങ്ങളുമില്ല, അസംതൃപ്തിയില്ല, ഇതൊന്നുമില്ല. ഞാൻ അവെയർനെസ് ആണ്, ഞാൻ ബോധമാണ് എന്ന് ഞാൻ പറയുന്നത് പോലുമില്ല. കാരണം അത് പറയുന്നത് മനസ്സാണ്. മനസ്സത് പറയുകയാണെങ്കിൽ ഞാൻ മനസ്സല്ലല്ലോ. കാരണം പറയുന്നവൻ ദ ഇൻഎസ്കേപ്പബിൾ ഐ ആണ്. അപ്പോൾ എന്താ വേണ്ടത്? ജെന്റ്ലി ടേൺ ഇൻവേർഡ്. സ്വയം തിരിയണം. ഈ ഞാൻ ആര് എന്ന അന്വേഷണ ബുദ്ധിയോടെ ഉള്ളിലേക്ക് തിരിയണം. ചിന്തകൾ ആകാശത്തുള്ള മേഘങ്ങളെ പോലെയാണ്. ഞാൻ മേഘങ്ങളല്ല, ഞാൻ ആകാശമാണ് എന്ന സത്യമാണ് അറിയേണ്ടത്. ഞാൻ ബോധമാണ്, ബോധത്തിൽ ജനിക്കുന്ന ചിന്തകൾ ഞാനല്ല. ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ഈ ചിന്തകൾ ആരിലേക്കാണ് കടന്നു വരുന്നത് എന്ന് അറിയാൻ ശ്രമിക്കുന്ന ഒരു ഞാൻ. വികാരങ്ങൾ എന്നിൽ ജനിക്കുമ്പോൾ ഫ്രം വേർ ഡസ് ദിസ് റൈസ് എന്ന് ചോദിക്കണം, എന്ന് അന്വേഷിക്കണം. സ്വയം ചോദിക്കുക, ഹൂ ഈസ് അവെയർ റൈറ്റ് നൗ? ആർക്കാണ് ഈ ബോധമുള്ളത്? ഹൂ ഈസ് അവെയർ? ഈ കേൾക്കുന്നത് ആരാണ്? ഈ പ്രോസസ്സ് ചെയ്യുന്നത് ആരാണ്? ഒരു ഉത്തരം കിട്ടാൻ വേണ്ടി ചോദ്യം ചോദിക്കരുത്. കാരണം ഉത്തരം പറയുന്നത് മനസ്സാണ്. ആ മനസ്സ് ഞാനല്ല. ഉത്തരം കേൾക്കാൻ ഇരിക്കുന്ന ഞാൻ, അതാണ് ഞാൻ. അവിടേക്ക് വീണ്ടും തിരിയുക. ടേൺ ജെന്റ്ലി. പുറത്തോട്ട് ശ്രദ്ധ പോകാൻ അനുവദിക്കാതെ സ്വയം ഞാൻ ആയി നിലകൊള്ളുക. അതിനു വേണ്ടിയാണ് ഞാൻ ആര് എന്ന അന്വേഷണവുമായി മുമ്പോട്ട് പോകേണ്ടത്. നിങ്ങൾ ബോധമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഓപ്പൺ സ്പേസ് പോലെയാണ്. ആ ഓപ്പൺ സ്പേസിലാണ് നിങ്ങളുടെ ഈ ശരീരവും മനസ്സും എല്ലാം ഉള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ രൂപം നിങ്ങളല്ല.
നിങ്ങളുടെ പേര് നാമം മാത്രമാണ്, അത് നിങ്ങളല്ല. യു ആർ ഫോംലെസ്. രൂപരഹിതമായ ഒന്നാണ് നിങ്ങൾ. ആർക്കാണ് രൂപമുള്ളത് എന്ന് അന്വേഷിച്ചു നോക്കൂ. എനിക്ക് എന്ന് വരുമല്ലോ. അപ്പോൾ ആ ഞാൻ എന്ന കേന്ദ്ര ബിന്ദുവിൽ പിടിച്ചു നിൽക്കണം. ആൻഡ് എൻക്വയർ, ഹു ആം ഐ? ഞാൻ നാമരൂപങ്ങൾക്കതീതമാണെങ്കിൽ എനിക്ക് മതമില്ല, ജാതിയില്ല, ദർ ഇസ് നോ ജെൻഡർ, ലിംഗവ്യത്യാസങ്ങളില്ല. അതെല്ലാം ശരീരത്തിനാണ്, ഞാൻ ശരീരമല്ല. എനിക്ക് ആത്മവിശ്വാസക്കുറവുണ്ടെങ്കിൽ ആ ആത്മവിശ്വാസക്കുറവ് എൻ്റെ മനസ്സിലാണ്, പക്ഷേ ആ മനസ്സ് ഞാനല്ല. അതുകൊണ്ട് എനിക്ക് ആത്മവിശ്വാസക്കുറവുമില്ല. എനിക്ക് ആത്മവിശ്വാസവുമില്ല, അതും മനസ്സിലാണ്. എല്ലാ ഡുവാലിറ്റീസും എക്സിസ്റ്റ് ചെയ്യുന്നത് ഈ ഞാൻ എന്ന ബോധത്തിന് പുറത്താണ്. ഞാൻ അധ്യാപകനാണ്, അധ്യാപികയാണ്, ഡോക്ടറാണ്, എഞ്ചിനീയറാണ്. ഇതെല്ലാം നാമങ്ങൾ മാത്രം, ശരീരത്തിന് കൊടുക്കാൻ പറ്റിയത് മാത്രം. ശരീരത്തിനും മനസ്സിനും മാത്രം കൊടുക്കാൻ കഴിയുന്ന സംഗതികളാണിതെല്ലാം, നാമരൂപങ്ങൾ. നിങ്ങൾ അച്ഛനോ അമ്മയോ ഒക്കെ ആയിരിക്കാം, അതെല്ലാം ശരീരത്തിന് കൊടുത്തതാണ്. അച്ഛനോ അമ്മയോ മകനോ മകളോ ഒന്നുമല്ല നിങ്ങൾ. യഥാർത്ഥ ഞാൻ എന്ന് പറയുന്ന ബോധസത്യം, അതിന് ഇതൊന്നും ബാധകമല്ല. എനിക്കൊരു വീടുണ്ട്, വാഹനമുണ്ട് ഒക്കെ പറയുന്നത് ദ ഇൻഎസ്കേപ്പബിൾ ഐ. യഥാർത്ഥ നിങ്ങൾക്കതൊന്നുമില്ല. നിങ്ങൾക്കതൊന്നും ഉണ്ടാകാൻ കഴിയില്ല. സോ യു ആർ നോട്ട് ദാറ്റ്. ഇതൊന്നുമല്ലാത്ത ഞാൻ അവിടെയുണ്ടെങ്കിൽ എനിക്കതിനെ കണ്ടെത്തണമെന്ന തീവ്രമായ ആഗ്രഹം ഈ ഞാൻ ആര് എന്ന് അന്വേഷിച്ച് അങ്ങനെ ആഴങ്ങളിലേക്ക് എത്തുമ്പോൾ യു വിൽ ഫീൽ ദറ്റ് സൈലന്റ് പ്രസൻസ്. മറ്റൊന്നിനും സ്പർശിക്കാൻ കഴിയാത്ത ബോധസത്യമായി നിലകൊള്ളുന്ന ഞാൻ എന്ന പരമാത്മാവ്. നമുക്ക് ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടില്ല. കഷ്ടപ്പാടുകളും സുഖസൗകര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടുള്ളത് ടു ദ ഇൻഎസ്കേപ്പബിൾ ഐ. ഞാൻ ശരീരവും മനസ്സുമാണ് എന്ന് പറയുന്ന ഒരു ഞാനുണ്ടല്ലോ, ദാറ്റ് ഈസ് ദ ഈഗോ. അതിനാണ് എല്ലാം ഉണ്ടായിട്ടുള്ളത്. അതിനാണ് ജനനവും മരണവും ഉള്ളത്. നിങ്ങളെ ഇതൊന്നിനും ടച്ച് ചെയ്യാൻ സാധിക്കില്ല, സ്പർശിക്കാൻ കഴിയില്ല. നത്തിങ് ക്യാൻ ടച്ച് യു. യു ആർ ദ പ്യൂർ I. The inescapable I എന്ന് പറയുന്നത് ഇംപ്യൂർ ഐ ആണ്, റിഫ്ലക്റ്റഡ് കോൺഷ്യസ്നെസ് ആണ്. കുടത്തിൽ ഉള്ള വെള്ളത്തിൽ
സൂര്യൻ്റെ റിഫ്ലക്ഷൻ കാണുന്നത് പോലെ ആണ് ദ ഇൻഎസ്കേപ്പബിൾ ഐ. നിങ്ങളതല്ല. നിങ്ങൾ യഥാർത്ഥ സൂര്യനാണ്. ദാറ്റ് ഈസ് ഹൂ യു ആർ. ഹൂ എം ഐ എന്നന്വേഷിച്ച് പോകുമ്പോൾ നമ്മൾ എത്തുന്ന ഇടം ഇതാണ്. ഒന്നിനും വിഷമിപ്പിക്കാൻ കഴിയാത്ത, എന്നാൽ എല്ലാത്തിൻ്റെയും ഒരേ ഒരു സത്യമായി നിലകൊള്ളുന്നു ഗോഡ്, അല്ലെങ്കിൽ ബ്രഹ്മൺ എന്നൊക്കെ പറയാം. പക്ഷെ അത് പറയുമ്പോഴും അതൊരു നാമമായി മാറാതിരിക്കാൻ ശ്രദ്ധിക്കുക. പകരം ആ ഞാൻ എന്ന സത്യത്തിൽ മുങ്ങിക്കൊള്ളിക്കുക, അതായി മാറുക. മഹർഷി പറഞ്ഞു, ദ സോഴ്സ് ഓഫ് ദിസ് ഐ മസ്റ്റ് ബി ഫൗണ്ട്. ഈ ഞാൻ എന്ന വസ്തുവിൻ്റെ ഉറവിടം കണ്ടെത്തണം. ദെൻ ഓൾ ക്വസ്റ്റ്യൻസ് വിൽ ബി സോൾവ്ഡ്. അപ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം കിട്ടും. എല്ലാം പരിഹരിക്കപ്പെടും. ഗാഢനിദ്രയിൽ നമ്മൾ അനുഭവിക്കുന്ന സുഖമാണ് ആ സെൽഫ് ആയി നിലകൊള്ളുമ്പോൾ നമുക്ക് ജാഗ്രത് അവസ്ഥയിൽ ഇപ്പോൾ അനുഭവിക്കാൻ കഴിയുന്നത്. അപ്പോൾ മഹർഷി പറയുന്നു, സഫറിങ്സ് വിൽ നോട്ട് എഫക്റ്റ് യു. ലോകമോ അതിൻ്റെ കഷ്ടപ്പാടുകളോ നിങ്ങളെ ബാധിക്കുകയില്ല. ലുക്ക് വിത്തിൻ. ഉള്ളിലേക്ക് നോക്കാനാണ് മഹർഷി പറഞ്ഞത്. സീ ദ സെൽഫ്. ആത്മാവിനെ നോക്കിക്കാണാനാണ് മഹർഷി പറഞ്ഞത്. ദെൻ ദർ വിൽ ബി എൻ എൻഡ് ഓഫ് ദ വേൾഡ് ആൻഡ് ഇറ്റ്സ് മിസറീസ്. ലോകത്തിനും അതിൻ്റെ ദുരിതങ്ങൾക്കും ഒരവസാനമുണ്ടാകും. ഇതാണ് ഉപനിഷത്തുകൾ വിളിച്ചു പറയുന്നത്. ആത്മസാക്ഷാത്കാരം ലഭിച്ച എല്ലാവർക്കും ഇതേ അനുഭവമാണ്. ദ ഇൻഎസ്കേപ്പബിൾ ഐ ഇല്ലാതെയാകുമ്പോൾ ദാറ്റ് ഈസ് വെൻ യു സ്റ്റാർട്ട് എക്സ്പീരിയൻസിങ് ലൈഫ്. ശരിയായ ജീവിതം അപ്പോഴാണ് തുടങ്ങുന്നത്. ആ യഥാർത്ഥ ബോധം ആയി ഒരു 30 സെക്കൻഡ് കൂടെ എന്ന ശേഷം നമുക്ക് കണ്ണുകൾ തുറക്കാം. Okay, gently open your eyes. Thank you so much.